സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തോ ഒരാൾ അതിക്രമിച്ച് കയറി വന്ന അത്തരത്തിൽ നമ്മൾ മോശമായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം എന്ന രീതിയിൽ ഞാനത് കാണുന്നുള്ളൂ. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, ആ സ്റ്റേഷനിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി ആക്രോശിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വാസ്തവത്തിൽ ഇയാളെപ്പോലുള്ള ചില വക്കീലന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ക്രൈംസും ക്രിമിനലുകളൊക്കെ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്, ഈ സംഭവം നടന്നിരിക്കുന്നത് അയാളുടെ വീട്ടിൽ വെച്ചിട്ടല്ല, ഇതൊരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾക്കാരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വിവേകത്തോടെയാണ് പെരുമാറേണ്ടത്, അല്ലാതെ വികാരത്തോടെ അല്ല പെരുമാറുന്നത്. അതും കൂടി സാറൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വക്കീൽ സാറ്, ഇയാൾ ഇതിനു മുൻപും പലരെയും പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് അവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും മേലുദ്യോഗസ്ഥന്മാർ കറക്റ്റായിട്ട് നടപടി എടുത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും രൂക്ഷമായ പ്രശ്നം കൂടി ആയി തീർന്നിരിക്കുന്നത്. അതുകൂടി സാറൊന്ന് ഓർത്താൽ കൊള്ളാം. പിന്നെ സാറ് ആ വീഡിയോ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഈ സ്ത്രീ ആദ്യം തന്നെ പുള്ളിക്കാരൻ, അതായത് ഈ ഉദ്യോഗസ്ഥൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്, നെഞ്ചത്തേക്ക് തള്ളുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്ത്രീ മുമ്പോട്ട് വന്ന് ഇദ്ദേഹത്തെ തള്ളുന്നത്. പിന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വീട് ആ സ്ത്രീയുടെ മുഖത്തിനിട്ട് അടിക്കുന്നത്. അതുപോലെ തന്നെ ഏത് നിയമ പുസ്തകത്തിലാണ് ഒരു സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെയാണെന്ന് ആരും ഇവിടെ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ ആദ്യം തന്നെ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ള പോലീസുകാർക്കും കൂടി ഇങ്ങനെ ഒരു നാണക്കേട് ഇന്ന് ഈ സമൂഹ മാധ്യമത്തിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലായിരുന്നു. പഠിച്ച ഒരു വക്കീൽ കുപ്പായം നേടി എന്ന് വിചാരിച്ച് ആ ലൈസൻസും വെച്ചുകൊണ്ട് നാട്ടിൽ വന്ന് സമൂഹ മധ്യത്തിന്റെ ഇടയിൽ വന്നിട്ട് ഇയാളെപ്പോലുള്ള ആൾക്കാർ ന്യായീകരിക്കാൻ വേണ്ടി സാറിനെ പോലുള്ള ആൾക്കാർ ഇറങ്ങരുതെന്നാണ് എൻ്റെ അപേക്ഷ. വക്കീൽ സാർ ഒത്തിരി കിടന്ന് വിളിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം ഇദ്ദേഹത്തിനെ വിളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാറിന് തന്നെ അതൊരു ചീത്തപ്പേരാവത്തേ ഉള്ളൂ.